നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് 1600 രൂപ വീതം 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ നൽകി വരുന്നത്. സംസ്ഥാനത്ത് ഈ മാസവും 1600 രൂപ വീതം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ വിതരണം നടന്നിരുന്നു. എന്നിരുന്നാൽ പോലും 2024 ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ, അതായത് 8000 രൂപയോളം ഇപ്പോൾ വിതരണം ചെയ്യുവാൻ ബാക്കിയുണ്ട്. ഒപ്പം തന്നെ സർവീസ് പെൻഷൻകാരുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും ഒക്കെ ക്ഷാമാശ്വാസവും ക്ഷാമബത്തയും ഒക്കെ കുടിശ്ശികയാണ്. ഇത് വിതരണം ചെയ്യണമെങ്കിൽ 18,000 കോടി രൂപയോളം വേണമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇത് പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഇപ്പോൾ 25,000 കോടി രൂപയോളം വേണം. ഇനിയും 6 മാസങ്ങൾക്കുള്ളിൽ വരുന്ന വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക 3-4 ഗഡുക്കളായി വിതരണം ചെയ്ത് തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കുടിശ്ശിക വിതരണത്തിനൊപ്പം അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ട നടപടികളും ഇപ്പോൾ സർക്കാർ ആലോചിച്ചു വരുന്നുണ്ട്. താമസിച്ചുള്ള പെൻഷൻ വിതരണം കൊണ്ടാണ് സംസ്ഥാനത്ത് LDFന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നതെന്ന് പല നേതാക്കളും ഇപ്പോൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിനെയും എല്ലാ മാസവും കൃത്യമായി 1600 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്